ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. ദൈവത്തിൻ കരളലിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ കർത്താവ് നമുക്കെല്ലാവർക്കും തരുന്ന തിരുവചന സന്ദേശം അല്ലെങ്കിൽ ദൈവിക സന്ദേശം കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നൊരു സന്ദേശമാണ്. ഈ ഒരു വിശ്വാസ അനുഭവം നമുക്ക് വേണമെന്ന് പറയുകയാണ്. 3 തരത്തിലുള്ള വിശ്വാസമുണ്ട്. യേശു ഏക രക്ഷകനാണെന്നുള്ള വിശ്വാസം, ഈ ഏകരക്ഷകനായ യേശു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം, ഈ ഏകരക്ഷകനായ യേശു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നൊരു വിശ്വാസം. ഇവിടെ കർത്താവ് ഇന്നേ ദിവസം നമ്മോട് പറയുന്ന ഒരു വിശ്വാസ അനുഭവം എന്ന് വെച്ചാൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. യൂദത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 11-ാം തിരുവചനം ഇങ്ങനെയാണ്: നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസം നിങ്ങൾക്കില്ലേ എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ചോദിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു: നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യമായിട്ടില്ലേ? വിശ്വാസമായിട്ടില്ലേ? ഇതാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മൾ ചോദിക്കുക. അപ്പോൾ കൂടെയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു ദുഃഖം വരുമ്പോൾ, ഒരു സഹനം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ നമ്മൾ ആശ്വാസം തേടി മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകരുത് എന്ന് ഈ അടുത്തൊരു ദൈവസ്വര സന്ദേശം കേട്ടത് ഞാൻ ഓർക്കുകയാണ്. സഹനം വരുമ്പോൾ, വിഷമം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ആശ്വാസം തേടി, ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകും. മറ്റുള്ളവർക്ക് നമ്മെ യഥാർത്ഥത്തിൽ ആശ്വസിപ്പിക്കാൻ സാധിക്കില്ല. ദാവീദ് രാജാവ് പറയുകയാണ്, അവിടുന്ന് എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. അപ്പം ഈ കൂടെയുള്ള ദൈവമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും. ആ തിരുവചനം വീണ്ടും നമുക്ക് ഈ ആശയം ബൈബിളിൽ നിറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു: സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും.
അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. വലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, കൂടെയുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റും. ഇതൊരു വലിയൊരു വിശ്വാസ അനുഭവമാണ്. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയുടെ അവസ്ഥ നമുക്കറിയാം. ഒരു സാധാരണക്കാരി സ്ത്രീയായിരുന്നു. ആ മകളുടെ ഒരു വിശ്വാസമാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ കൂടെയുള്ള ദൈവത്തോട് അവൾ സംസാരിക്കുകയാണ്. നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒരു ജോലിക്കാരിയായിരുന്നു, ഒരു സാധാരണ ഒരു സ്ത്രീയായിരുന്നു. ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ കൂടെയുള്ള ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുക, വർത്താനം പറയുക, നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒക്കെ എപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരിലെ അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. മീൻ പിടിക്കാൻ വേണ്ടി ശിഷ്യന്മാർ പോയി. അപ്പോൾ അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. കണ്ടോ, അപ്പം നമ്മൾ ജോലി ചെയ്യുമ്പോൾ യേശു നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ ഈശോ നമ്മുടെ കൂടെയുണ്ട്. പഠിക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ ഈശോ പോയത്. ജോലി ചെയ്യുമ്പോൾ ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മീൻ പിടിക്കാൻ പോയവർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടതും അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അവർക്ക് കൊടുത്തതും. കണ്ടോ, അപ്പോൾ യേശു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം. വീണ്ടും ഇതേ ആശയം തന്നെ മത്തായിയുടെ സുവിശേഷം നമ്മൾ 1-ാം അധ്യായത്തിൽ 21 മുതലുള്ള തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഔസേപിതാവിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് ഇതാണ്: ദൈവം നമ്മോടുകൂടെ നർത്തമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഈ വചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റു പറഞ്ഞേ: അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ നർത്തമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം നമ്മോടുകൂടെ നർത്തമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഈ സമയം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ കൂടെയുള്ള ദൈവത്തിൽ നമുക്ക് ആശ്വാസവും സന്തോഷവും കണ്ടെത്താം. എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചന ദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യായും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും.
കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരും. പടിഞ്ഞാറ് നിന്ന് പടിഞ്ഞാറ് നിന്ന് നിന്റെ മക്കളെ നിന്റെ മക്കളെ ഒരുമിച്ച് കൂട്ടും. ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തെക്കിനോട് തടയരുത് എന്നും തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. ഞാൻ ആജ്ഞാപിക്കും. ദൂരത്ത് നിന്ന് ദൂരത്ത് നിന്ന് എന്റെ പുത്രന്മാരെയും എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ. ഇരുകരം സ്തുതിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദിവ്യഗാനത്തിലേക്ക് എല്ലാവരും നോക്കുക. ശക്തമായി സ്തുതിക്കുക. ഷിയ റിയ 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 റിയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ 41:10 വചനത്തിന് അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൂടെയുള്ള ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാദമൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഭയവും ദുഃഖവും നിരാശയും വിട്ടുപോട്ടെ. കർത്താവിൽ ആശ്വാസവും സന്തോഷം കണ്ടെത്തുക. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കി. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കൂടെയുള്ള ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭയത്തിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അമലാത്മാവ്, മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നു അവരിലേക്ക് ഇറങ്ങണമെന്ന് ഞങ്ങൾ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടണേ, തിരത്തത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, അഭിചാരം, ഗുണോത്ര, ദുഷിദോഷം, പൈശാചിക പീഡന ബാധകള് ഞങ്ങളുടെ കുടുംബത്തിനും കൂട്ടായ്മയും ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ ശക്തിയ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമരി ശക്തിയിലും അധിസ്ഥാനം മികാർ റഫ ഗബ്രിയേൽ മനാമന്റെ ശക്തമായ സാന്തത സംരക്ഷിത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിത്വത്തിലും സമൂഹത്തിലും എല്ലാ തിരുമകളും വെള്ളത്തിലോ വായിലോ വസ്ത്രങ്ങളോ ഭക്ഷണങ്ങളോ മാനസിക ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാപ്തിയോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും 4:4 4:8 മർക്കോസ് 16:1 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രൻ വന്നീ വചന ശക്തിയ സകലവിധ പ്രകൃതിക്ഷോഭം ഇടിവിട്ട് നാശനഷ്ടങ്ങള് വെറുപ്പ് ഉദ്ദേശം വാശി വൈരാഗ്യം തർക്കം കലകള് പ്രശ്നങ്ങൾ പ്രതിസന്ധികള് ജടിക ദിവ്യാസി കോപാസി ഭക്ഷണാസക്തി സ്വയംഭോഗം സമർക്കഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാരം ദുർബോധ അഹങ്കാരം അസൂയ അലസം മോഹം കോപം പ്രതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാടസ്സം പണാടസ്സം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാഹ്യങ്ങൾ ചെറുതുമായ രോഗപീഠകള് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊണ്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സ്തുതിച്ച് പ്രാർത്ഥിക്കുക വചനം വായിക്കാൻ ജപമാചരണ തടസ്സങ്ങള് രോഗശാന്തിയ തടസ്സങ്ങള് സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ വരദാനം കിട്ടാൻ തടസ്സങ്ങള് വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങള് അതിന്റെ പിന്നിപ്പത്തിൽ എല്ലാ തിന്മയും അരിവികളും അന്ധകാര ശക്തികളെയും സാത്താന ശക്തികളെയും ദുഷ്ടശക്തികളെയും യേശു ക്രിസ്തുവിനെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോനെ കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവേശിക്കുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. വിട്ടുപോട്ടെ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു.
എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എൻ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, എൻ യേശുവിൻ കരങ്ങളിലാ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ശക്തമായ എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊച്ചുകുട്ടികളൊക്കെ ഹല്ലേലൂയ പറഞ്ഞേ. യുവതി യുവാക്കന്മാരെ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച്. പ്രായമായവരെ ഹല്ലേലൂയ പറഞ്ഞ് എല്ലാവരും സ്തുതിച്ച്. വചനത്തിന് അഭിഷേകം ഏറ്റുവന്ന വചനത്തിന് അഭിഷേകം നിറയട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാനനുമാണ്. ആത്മഹത്യ ചിന്തകളും നിരാശയുടെ ചിന്തകളെല്ലാം മാറിപ്പോട്ടെ. കർത്താവിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ വിളിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൂടെയുള്ള ദൈവത്തെ സ്തുതിക്കുന്നു, കൂടെയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കൂടെയുള്ള ദൈവത്തെ ആരാധിക്കുന്നു, കൂടെയുള്ള ദൈവത്തോട് സംസാരിക്കുന്നു, കൂടെയുള്ള ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുന്ന എല്ലാവരും സ്തുതിച്ച് പോരാ. കണ്ണുകൾ അടച്ച് സ്തുതിക്കുന്നു. ശബ ഹാല ബാല 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 ഭാഷകളുടെ ഭാഷാവത് സ്തുതിച്ച്. ശബ ഹാല ബാല 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 ഹാലുലി അലുലി 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 അലുലി. കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് എല്ലാവരും സ്തുതിച്ചേൻ. ദിവികാനെ നോക്കി എല്ലാവരും സ്തുതിക്കുക. സ്വസ്ഥാനത്തിനൊന്ന് ശക്തമായി സ്തുതിക്കുക. ഹല്ലേലൂയ പറയുക. ദൈവത്തെ ആരാധിക്കുക. ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഷി അരിയ 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 ശിരിരിരിരിരിരിരിരി. ഒരു അധ്യാപികയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത കർത്താവ് ആ അസ്വസ്ഥതയിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശരീരത്തിൽ ചുണങ്ങ് പോലെ വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഐറിൻ എന്ന മകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അതിഭയങ്കരമായ കുറ്റബോധത്തിലിരിക്കുന്ന ഒരു മകളോട് തുറന്നൊരു കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. അതിശക്തമായ ബ്ലീഡിംഗ് ഉള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പ്രഷർ കുറഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻസർ പേഷ്യൻ്റായ മകളോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറയുന്നൊപ്പം ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ സന്ദേശം നൽകുകയാണ്. പല ചികിത്സാ രീതികളും പരീക്ഷിച്ചിട്ടും മാറാത്തൊരു വ്യക്തിയുടെ അതിശക്തമായ നടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാല് നിലത്തു കുത്താൻ പോലും സാധിക്കാത്ത രീതിയിൽ ഒരു വ്യക്തിയുടെ ഉപ്പുറ്റി വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മേരിക്കുട്ടി എന്ന സഹോദരിയുടെ പെൻഷന്റെ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ലോണിന് അപേക്ഷിച്ചിട്ടും ലഭിക്കാത്ത വ്യക്തിയോട് ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശോ പറയുകയാണ്. ബന്ധന പ്രാർത്ഥന ചൊല്ലുക. വർഗീസ് എന്ന സഹോദരന്റെ ശക്തമായി ചൊറിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിദേശത്തായിരിക്കുന്ന മീനു എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. LLB പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വയറ്റിൽ നീർക്കെട്ട് വന്ന് വീർത്തു വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു ഭവനത്തിൽ നിന്നും വവ്വാൽ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. കിഡ്നി സംബന്ധമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വലിയൊരു അത്ഭുതം നീ ദർശിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. കണ്ണിന് കാഴ്ചക്കുറവും വേദനയുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് ഇടത് കണ്ണിനാണ് കാഴ്ചക്കുറവ്, കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. IELTS എക്സാം പാസ്സാകുവാൻ ഇടയാക്കി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മക്കൾ പരീക്ഷ ചെയ്തവരൊക്കെ പ്രാർത്ഥിക്കുക. ശരീരം ചൊറിഞ്ഞ് തടിച്ച് കറുത്ത പാടുകൾ വരുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിയുടെ ചൊറിച്ചിലും പാടുകളും കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് അതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നു. 8 വർഷത്തിലധികമായ മൈഗ്രെയിൻ തലവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അറിയാതെ യൂറിൻ പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകിയ ഒരാളെ അനുഗ്രഹിക്കുന്നു. തോമസ് എന്ന മകന്റെ പൈൽസ് രോഗം, മൂലക്കുരു കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ആണി രോഗമുള്ള 2 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ചില ഗുളികകൾ കഴിക്കുമ്പോൾ അലർജി വരുന്ന വ്യക്തികൾ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. പുറത്ത് പഠിക്കാൻ പോയ മകന്റെ പനി മാറുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന ഈശോ കേട്ട് സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. പല്ലിനിടയിൽ മോണയിൽ ദശ വളരുന്ന അല്ലെങ്കിൽ അങ്ങനെ അസ്വസ്ഥതയുള്ള മോണപ്പഴുപ്പോ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിച്ചോ കർത്താവ് ഒരു സഹോദരിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശരീരം മുഴുവൻ ചുണങ്ങുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നുണ്ട്. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക.
ഒരു എയ്ഡ്സ് രോഗിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. മുട്ടിന് തേമാനുള്ളൊരു അങ്ങനെയുള്ള മക്കൾ പ്രാർത്ഥിച്ചോ കർത്താവ് പലർക്കും മുട്ട് തേമാനുള്ളവർക്ക് പലർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. രശ്മി എന്ന മകളെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കാലുകഴപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കൊതുക് ശല്യം, ഒരു കുടുംബത്തിൽ നിന്ന് അതിശക്തമായ കൊതുക് ശല്യം കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. തലവേദനയുള്ളവർ പ്രാർത്ഥിക്കുക, അതിശക്തമായ തലവേദന കർത്താവ് സൗഖ്യം നൽകുന്നതായിട്ട് വീണ്ടും സന്ദേശം തരുന്നു. പല്ലിന് കേടുള്ളവരും പല്ലിന് കംപ്ലൈൻ്റ് ഉള്ളവരൊക്കെ എപ്പോഴും പല്ല് ഡോക്ടറെ പോയി കാണുക. പല്ലിന് എപ്പോഴും വേദന, പല്ല് പൊട്ടിപ്പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുക. വചനം വായിക്കാനുള്ള തടസ്സം മാറ്റി വചനം നന്നായി വായിക്കാൻ, വചനം വായിക്കുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ നല്ലൊരു വായിൽ തേനൂറുന്നൊരു അനുഭവം, അതുപോലെ വചനത്തോട് വലിയ താല്പര്യം നൽകി കർത്താവ് കുറേ പേര് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഉഷ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ലിമി എന്ന പേരുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തിരുസഭയുടെ പ്രാധാന്യം തിരിച്ചറിയാൻ ഈശോ പറയുകയാണ്. തിരുസഭയോട് ചേർന്ന് നിൽക്കാൻ ഈശോ പറയുന്നു. മറ്റ് സെക്റ്റുകളിലേക്ക് പോകാതെ തിരുസഭയിൽ ഉറച്ച് തിരുസഭയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ ഈശോ പറയുന്നു. അങ്ങനെ തിരുസഭയോട് സത്യസഭയിൽ ഉറച്ചു നിൽക്കാൻ കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സന്ദേശം തരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കിട്ടുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിരിരി എല്ലാവരും ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പേര് ബിന്ദു. ഞാൻ തേഞ്ഞിപ്പാലം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 6 വർഷത്തോളമായി പാല്, റെഡ് മീറ്റ് ഇവയ്ക്കൊക്കെ അലർജി ഉണ്ടായിരുന്നു. അവ കഴിച്ചു കഴിഞ്ഞാൽ ശക്തമായ വയറുവേദന. റെഡ് മീറ്റ് കഴിച്ചാൽ, പാല് കുടിച്ചു കഴിഞ്ഞാലും വയറുവേദന ഉണ്ടാകും. എൻ്റെ ശരീരത്തിൽ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ കുറവ് കൊണ്ടായിരുന്നു. വളരെയധികം ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായി എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നതാണ്. കഴിഞ്ഞ ഡിസംബറിലെ 2nd സാറ്റർഡേ ഏകദിന കൺവെൻഷന് വന്നപ്പോൾ അച്ഛൻ പ്രാർത്ഥനാ സമയം വിളിച്ചു പറഞ്ഞു അലർജിയുള്ളവരെ സുഖപ്പെടുത്തുന്നുണ്ട് എന്ന്. അതിനുശേഷം സ്തുതിപ്പിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു ബിന്ദുവിനെ ഈശോ സ്പർശിക്കുന്നുണ്ട് എന്ന്. അലർജി ഉള്ളവരെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ അലർജിയെക്കുറിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതുവരെ ഞാൻ ഈ ഒരു ആവശ്യം ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാപ്പി കുടിച്ചു. പാലൊഴിച്ച കാപ്പി കുടിച്ചിട്ട് എനിക്കൊരു വിഷമവും ഉണ്ടായില്ല. നോമ്പ് കാലമായതിനാൽ ഞാൻ ഇറച്ചി കഴിച്ചില്ല. നോമ്പ് കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ടും ബീഫ് എടുത്ത് കഴിക്കുക, വിശ്വാസത്തോടെ കഴിച്ചാൽ ഒരു കുഴപ്പവും വരികയില്ലെന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ബീഫ് കഴിച്ചു. രാത്രി ഒരു 1 മണി വരെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സാധാരണ അലർജി ഉണ്ടായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതുപോലെ കൊണ്ടുപോകേണ്ടി വരുമോ എന്നുള്ള പേടിയിൽ നോക്കിയിരുന്നു. എനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. ഞാൻ സുഖമായി ഉറങ്ങി. രാവിലെ വരെ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെനിക്ക് ബീഫും എല്ലാ റെഡ് മീറ്റും കഴിക്കാൻ സാധിക്കുന്നുണ്ട്. പാല് കുടിക്കാം, ഐസ്ക്രീം കഴിക്കാം, എല്ലാം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. വളരെ ഒരു അത്ഭുതകരമായ മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്കിത് ലഭിച്ചത്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ ഹസ്ബൻഡിന് വളരെ കാലമായിട്ട് കൈയുടെ ഷോൾഡറിന് വളരെയധികം വേദനയുണ്ടായിരുന്നു. ഒത്തിരി ചികിത്സിച്ചിട്ടുണ്ട്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ കിടന്ന് ചികിത്സിക്കുക വരെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ഭേദമായിരുന്നില്ല. കുറേ സമയം ഡ്രൈവ് ചെയ്യുമ്പോൾ കൈക്ക് വളരെയധികം വേദനയുണ്ടാകും. കൂടുതൽ പണിയൊന്നും ചെയ്യാൻ മേലായിരുന്നു. അത് ഒരു ഏകദിന കൺവെൻഷനിലും അച്ഛൻ ജോൺസണെ സ്പർശിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം ഏതെല്ലാം പണി ചെയ്താലും മണിക്കൂറുകളോളം ഡ്രൈവ് ചെയ്താലും ഒരു കുഴപ്പവുമില്ല. ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, വലിയൊരു സൗഖ്യമാണ് നമ്മളിപ്പോൾ ആ സാക്ഷ്യത്തിൽ കേട്ടത്. തൻ്റെയും തൻ്റെ ഭർത്താവിൻ്റെയും സൗഖ്യം കർത്താവ് അതിവിടെ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുകയാണ്. ആ മകളോട് വന്ന് പ്രാർത്ഥിച്ചു. ആ പേര് ബിന്ദു എന്ന പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ ആ സഹോദരന് ഇവിടെ വന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പ്രത്യേകം എടുത്ത് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. വിളിച്ച് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, അത് കൂടെയുള്ളൊരു ദൈവം ആണ് എന്നുള്ള ബോധ്യം തരാൻ വേണ്ടിയിട്ടാണ്. നിനക്കത് യാദൃശ്ചികമായി സൗഖ്യം കിട്ടിയതല്ല. ഈ അപ്പത്തിൽ വസിക്കുന്ന നമ്മുടെ കൂടെയുള്ള ദൈവം നിന്നെ ഇറങ്ങി വന്ന് സൗഖ്യപ്പെടുത്തുന്നതാണെന്ന് ഒരു ബോധ്യം തരാൻ വേണ്ടിയിട്ടാണ് എൽറുഹ ശുശ്രൂഷയിൽ ആ സൗഖ്യം നമ്മൾ വിളിച്ച് പറയുക. ഇനി വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അനുഗ്രഹം നടക്കുന്നുണ്ട്. പക്ഷെ വിളിച്ച് പറയുമ്പോൾ ബോധ്യം കിട്ടും. എന്ത്? നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്.
ഈ ഒരു ബോധ്യത്തിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടെയുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി സ്തുതിക്കുക. ഭാഷകളുടെ ഭാഷ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണ